ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർഫി റെസിപ്പി ആയിട്ടാണ്. തീ പോലും കത്തിക്കാതെ എങ്ങനെ ബർഫി ഉണ്ടാക്കാം എന്നതാണ്. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാൽ അവിൽ, നിലക്കടല, നെയ്യ്, തേങ്ങ, ശർക്കര പൊടിച്ചത്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അവിലിട്ട് നന്നായി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം വേണം ചേർത്തെടുക്കുന്നത്. 2 സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആകാൻ മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയ പൊടിക്കുന്ന മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. നിലക്കടല ഞാൻ ഒരു പാനിൽ വറുത്തെടുത്തതാണ്, അങ്ങനെ തൊലി കളഞ്ഞെടുത്തതാണ്. ഇപ്പോൾ ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ബൗളിലേക്ക് ആവശ്യത്തിന് ശർക്കര ചേർക്കാം. ഞാനിവിടെ എടുത്ത ശർക്കര കുറച്ച് കൂടി പോയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി, കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇനി 1/2 കപ്പ് തേങ്ങ, സോഫ്റ്റ് ആകാൻ വെച്ച അവിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കപ്പൊടിയും ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ ഒരു രൂപത്തിലാക്കി എടുക്കണം. ഇനി ഒരു പ്ലേറ്റിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് അതിലേക്ക് മിക്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഈ പാത്രത്തിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് കമത്തി കൊടുത്തിട്ടുണ്ട്. ഇതെടുത്ത് നോക്കാം. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നെയ്യ് ഗ്രീസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ആവശ്യമായിട്ടാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിവിടെ കട്ട് ചെയ്ത് അതിന് മേലെ നട്ട്സ് പൊടിച്ചത് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിലക്കടലയും ഒന്ന് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി വളരെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.